പ്രിയമുള്ളവർക്കെല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇരുളിനുള്ളിലേക്ക് മറഞ്ഞു പോകുന്ന ഒരു പകൽ കൂടി കടന്നുപോയി. കത്തുന്ന മെഴുകുതിരി പോലെ മൊബൈലിൽ വന്നു പോകുന്ന പ്രിയപ്പെട്ടവൻ്റെ മുഖം. വിരഹവേദനയും പേറിക്കൊണ്ടാണ് അന്നത്തെ രാത്രിയും കടന്നുപോയത്. ലൈറ്റണച്ച് കിടക്കാൻ നേരവും പ്രാർത്ഥിച്ചു, ദൈവമേ, പേടിപ്പെടുത്തുന്ന ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അമ്പരത്തിൽ തെളിഞ്ഞ നക്ഷത്ര പൂക്കൾക്ക് പോലും സങ്കടഭാവം. പുലർച്ചെ 6 മണി. സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ അല്പം വൈകിയാണ് എണീക്കാറുള്ളത്. സൂര്യൻ എന്നത്തെയും പോലെ എന്നും പുഞ്ചിരി തൂകി തന്നെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഗാർഡനിൽ പുതിയ അതിഥിയായി വിരിഞ്ഞിറങ്ങിയ കുഞ്ഞു ആന്തൂറിയം പൂവ്. പുറത്തെ കാഴ്ചകൾ മനോഹരമാണ്. തെളിഞ്ഞു വരുന്ന ആകാശത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സ് നിറയും. അതിനേക്കാളേറെ സന്തോഷം ഇവിടെയുണ്ട്. പ്രസവിച്ചിട്ട് അധിക ദിവസമായിട്ടില്ല. നല്ല കറുകറുപ്പനൊരു കുഞ്ഞ്. എന്തായാലും അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു പോന്നു. രാവിലെ തുടങ്ങി സെയിന് കോഫി വേണമെന്നുള്ള തിരക്കിലാണ്. പരാതിപ്പെട്ടി രാവിലെ തുറന്നതാണ്. ചായ വേണ്ട, കോഫി മതി. ഇതായിരുന്നു ഇന്നത്തെ വിഷയം. ഈ കോഫിയുടെ പിറകിലുള്ള ഉദ്ദേശമല്ലേ, അത് നിങ്ങൾക്ക് കണ്ടറിയാം. കോഫിയോടല്ല, ബിസ്ക്കറ്റിനോടാണ് സെയിന് പ്രണയം. മതിവരാത്ത ബിസ്ക്കറ്റ് കൊതിയൻ. എന്തായാലും ആ കാഴ്ചയൊന്ന് നേരിട്ട് കണ്ടു നോക്കാം. മുഖമുള്ള ഈ ഒരു ബിസ്ക്കറ്റാണ് അവന് വളരെയേറെ ഇഷ്ടമായത്. അങ്ങനെ ചായത്തിരക്കൊക്കെ കഴിഞ്ഞ് പറമ്പിലൊന്ന് ഇറങ്ങി. കിളികൾക്ക് ഒരല്പം തുളസി പൊട്ടിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു ഞൊട്ടങ്ങക്കായ കണ്ണിൽപ്പെട്ടത്. ഇവിടെയെല്ലാം ചേമ്പ് മുളച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇലക്കറി വെക്കാറുമുണ്ട്. പുറത്ത് സൗന്ദര്യം ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴ. ഈ മഴയത്ത് നമുക്കൊരു അടിപൊളി വിഭവം ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ഒരു 3 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം കുറച്ച് ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്തതും സവോളയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും മിക്സിയിലിട്ട് നന്നായി അരിപ്പൊടിയും ഒരല്പം ചോറും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്ത മിക്സ് നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം അതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പാൻ അടുപ്പത്ത് വെച്ച് ഓയിലും തടവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇതിനെ വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് നന്നായി അടച്ചു വെച്ച് വേവിക്കാം. അരമണിക്കൂറിന് ശേഷം മൂടി എടുത്ത് മാറ്റി നമ്മൾ മറ്റൊരു ഫ്രൈ പാൻ മുകളിൽ കമഴ്ത്തി തിരിച്ചിടാം. ഇനിയും ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. മയോണൈസും കൂട്ടി നമുക്ക് ഈ റെസിപ്പി നല്ല ടേസ്റ്റോടെ തന്നെ കഴിക്കാം. മഴ ഏകദേശം കാഠിന്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കാർന്നൂർ വീണ്ടും ഇവിടെ തന്നെ സെറ്റിലായിട്ടുണ്ട്. ഇനി ഒരല്പം ഉച്ചഭക്ഷണത്തിലേക്കുള്ള തിരക്കിലാണ്. ഇന്ന് നെയ്ച്ചോറും ബീഫ് വരട്ടുമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. റെസിപ്പി എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നില്ല. എന്തായാലും എല്ലാ തിരക്കുകളും കഴിഞ്ഞു. ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മഴയും വിട പറഞ്ഞിട്ടുണ്ട്. മുറ്റമൊക്കെ മഴ പെയ്ത് വൃത്തിയായിട്ടുണ്ട്. ഇലകളിലൊക്കെ മഴത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞതിന് ശേഷം
നൈറ്റി തയ്ക്കുന്ന 2 വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. ആ ഒരു ടൈപ്പ് നൈറ്റി തന്നെയാണ് ഞാൻ തയ്ച്ചെടുക്കാറുള്ളത്. വളരെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കുന്ന ഈ ഒരു നൈറ്റിയുടെ ലിങ്ക് കാണാത്തവർക്കായി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. അരമണിക്കൂർ മാത്രമാണ് ഈ ഒരു നൈറ്റി തയ്ച്ചെടുക്കാനുള്ള സമയം. കാണാത്തവർ എല്ലാവരും ആ വീഡിയോ പോയി ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും ഇന്നത്തെ നൈറ്റി തയ്പ്പോട് കൂടി ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ളൊരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.